ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതിന്റെ 21 ലക്ഷണങ്ങളിൽ ഏതാനും ചില ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. കേരളത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമാണ്. എന്റെ PhD എന്ന് പറയുന്നത് ദ ഇമ്പാക്ട് ഓഫ് ഹിപ്നോതെറാപ്പി ഓൺ ഡിപ്രസ്ഡ് അഡൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ സ്റ്റഡി ചെയ്തു. ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം കൗൺസിലിംഗ് ആണെന്ന് കൂടി ഞാൻ പറഞ്ഞു. ഈ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരിലെ ബഹുഭൂരിപക്ഷത്തിലും ഡിപ്രഷൻ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. അത് നമ്മുടെ സ്റ്റാഫിന്റെ ഇടയിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. നമുക്കും ഒരു പക്ഷേ ഡിപ്രഷൻ ഉണ്ടാവാം, നമ്മൾ അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മളതിനെ അവോയ്ഡ് ചെയ്യും. തലമുടി കൊഴിച്ചൽ എന്ന് പറയുന്നത് ഡിപ്രഷന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. തലയെ താരനുണ്ടാവുക എന്ന് പറയുന്ന ഡിപ്രഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ നമ്മളത് ഓർക്കില്ല. ഇനി ഡിപ്രഷൻ എങ്ങനെ ഉണ്ടാകുന്ന എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങൾ ഡിപ്രഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറയും. 1, വൈറ്റമിൻ ഡിയുടെ അഭാവം. നമ്മളെല്ലാവരും കേൾക്കുന്നു, നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡിയെ കുറിച്ച് സംസാരിച്ചത്. വൈറ്റമിൻ ഡിയുടെ അഭാവം. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഡിപ്രഷന്റെ 21 ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്ലസ് വല്ലാത്ത ടയർഡ്നെസ്, കാലിനും കൈക്കുമുള്ള വേദന, മുട്ടുവേദന ഉൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടാവും. വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ആ ഒരു സപ്ലിമെന്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ സോൾവ് ആകും. മറ്റൊന്ന് തൈറോയിഡാണ്. തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് എന്ത് സംഭവിക്കാം? ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസും ഉണ്ടാവാം. പാരമ്പര്യമായിട്ട് നമുക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൈറോയിഡ് ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. അത് ബ്ലഡ് ചെക്ക് ചെയ്തുകൊണ്ട് കിട്ടത്തില്ല, അതിന് സ്കാനിങ് തന്നെ വേണം. ഇനി 3ാമത്തെ പ്രശ്നം, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളിൽ PCOD എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. PCOD അതുകൊണ്ട് എന്തുണ്ടാവാൻ ഡിപ്രഷൻ ഉണ്ടാവാം. മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം. പക്ഷെ കോമൺ ആയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഇന്നുണ്ടാകുന്നത്, ഇഷ്ടംപോലെ വെയിലൊക്കെ കിട്ടുമെങ്കിലും വെയിൽ കൊള്ളാത്തൊരു സമൂഹം ഉള്ളതിന്റെ പേരിലും, ഇനി വെയിൽ കൊണ്ടാലും ഉള്ളിലേക്ക് അത് അബ്സോർവ് ചെയ്യപ്പെടുന്നില്ല വൈറ്റമിൻ ഡി. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് ശരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.